ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പക്ഷേ ഇതൊരു സാധാരണ ഉണ്ണിയപ്പമല്ല, മധുരം ഇല്ലാത്ത മുട്ടയും മസാലയും ചേർത്ത് ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മുട്ട ഉണ്ണിയപ്പമാണ്. വെറും 10 മിനിറ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് അളവിൽ ഞാൻ എടുത്തേക്ക് കടലമാവും, പിന്നെ ഒരു 2 സ്പൂൺ അളവിൽ മൈദാമാവുമാണ്. പിന്നെ വേണ്ടത് നമുക്ക് സവാള വേണം. സവാളയും ഇഞ്ചിയും കൂടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് 3 മുട്ട വേണം. ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്ക് മുട്ട ആദ്യം ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണിത്. ഇത് ചൂടോടുകൂടി കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ മുട്ട ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു 3 മുട്ടയാണ്. നമ്മൾ ഇപ്പോൾ 1 കപ്പ് കടലമാവിൽ ഞാനൊരു 3 മുട്ടയെ ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പം കടലമാവ് തോനെ എടുക്കുന്നതെങ്കിൽ മുട്ടയുടെ അളവ് ഇതുപോലെ കൂട്ടിയെടുക്കണം. നമ്മളിതിൽ പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു മുട്ടയുടെ നനവിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഈ മുട്ട നന്നായിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാവേ. നല്ല രീതിയിൽ തന്നെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവും, നമുക്ക് ആ ഒരു 2 സ്പൂൺ അളവിൽ ഞാൻ ഇതിൽ മൈദാമാവും ചേർത്തിട്ടുണ്ട്. നമുക്ക് പൊടി ഇനി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കട്ടയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. മുട്ട ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി പാടായിരിക്കും പെട്ടെന്ന് അത് കലങ്ങി വരാനായിട്ട്. എങ്കിലും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മളത് കലക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി, ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ കട്ടയില്ലാത്ത രീതിയിൽ ജോയിൻ്റായി കിട്ടുവേ. നല്ല രീതിയിൽ തന്നെ ഞാനത് കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മിക്സിയിലൊന്നും ഇട്ടല്ല, അല്ലാത്ത രീതിയിൽ തന്നെ നമ്മളിത് കലക്കിയെടുക്കുവാണ്. പെട്ടെന്ന് കലങ്ങി കിട്ടും. നമുക്ക് പിന്നെ ഒത്തിരി ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണവേ. ഇതിപ്പോൾ നമ്മൾ കലക്കി കഴിഞ്ഞിട്ട് ഒരു മാവ് നമ്മൾ ഒരു ഉണ്ണിയപ്പത്തിനൊക്കെ ഒഴിക്കുന്ന മാവിൻ്റെ അളവ് അറിയാമല്ലോ. അത് ഒത്തിരി ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോഴേ. പിന്നെന്താ സവാള അരിഞ്ഞതും ഇഞ്ചിയുമാണ്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിൽ തന്നെ ആ ഒരു സവാളയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ആ ഇഞ്ചിയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ, 1 ടീസ്പൂൺ വേണ്ട, ഒരു 3/4 ടീസ്പൂൺ അളവിലൊക്കെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട്, ഇത് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ല രീതിയിൽ തന്നെ അത് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണേ. അത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് ഇത്. ഇത് ചൂടോടുകൂടി കഴിക്കാൻ, അതുകൂടെ ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ഒരു സ്നാക്സാണ് ഇത്. ഇതൊരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്നതും അത് ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് ഇത്. നമുക്ക് ചായ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കണം. ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം വേണം ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പം ഞാനിതിലെല്ലാം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ കുഴിയിൽ ഇച്ചിരി ഇത്രയും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് ആ കലക്കി വെച്ച മാവ് ഇതുപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതേപോലെ എല്ലാ കുഴിയിലും ഇതേപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ.
വളരെ പെട്ടെന്നാകും, ഒത്തിരി താമസമൊന്നുമില്ല ഇത് കുക്കായി കിട്ടാനും. അതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകും, അതുപോലെ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ ഒരിച്ച് പെട്ടെന്ന് ആ നേരം തന്നെ നമുക്കിത് തിരിച്ചിടാനാവുകയും ചെയ്യുവേ. അതുകൊണ്ട് ഒട്ടും താമസമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. ഞാനിപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ. ഇതേപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തെടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനും പറ്റും, കോരി എടുക്കാനും പറ്റുമേ. ഇപ്പോൾ രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് ഇത്. അങ്ങനെ ഞാൻ എല്ലാം എടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്സിന് നമുക്ക് മുട്ട ഉണ്ണിയപ്പം എന്നും എഗ് മസാല പണിയാരം എന്നൊക്കെ പറയുവേ. അതുപോലെ തന്നെ നമ്മുടെ മുട്ട ബോണ്ട ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ, പക്ഷെ നമ്മളിതിപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെയൊക്കെ വേറൊരു വെറൈറ്റിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത്. നമ്മളത് മുട്ടയിൽ ചെയ്തെടുത്തേന്ന ഒരു മുട്ടയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നുമില്ല. പക്ഷേ നല്ലൊരു പലഹാരമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത്. പക്ഷേ നല്ല ചൂടോടുകൂടി തന്നെ നമ്മളത് കഴിക്കുകയും വേണേ. അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്തെടുക്കാവേ. നമ്മൾ ചായയുടെ കൂടെ കഴിക്കാൻ എപ്പോഴും ഒരേ പലഹാരം കഴിച്ച് മടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ചേരുവകൾ വെച്ച് നല്ലൊരു വെറൈറ്റി ഒരു പലഹാരം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അത് നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റിയുമാണ്. നമ്മുടെ മുട്ട ബോണ്ടയുടെയൊക്കെ മറ്റൊരു രൂപമാണ് ഇത് പിന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഈസി ആയിട്ട് എന്തോ ഉണ്ടാക്കാൻ നോക്കുന്നവർക്കാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ ഒരു പാടുമില്ല. കുറച്ച് കടലമാവ് മാത്രം മതി, പിന്നെ അതുപോലെ തന്നെ മുട്ടയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ല രീതിയിൽ അത് കുക്കായി വന്നിട്ടുണ്ട്. ഇത് എഗ് മസാല പണിയാരം എന്ന് പറയുന്നത് തന്നെ ഉണ്ണിയപ്പച്ചട്ടിക്ക് തമിഴ്നാട്ടിലോട്ടൊക്കെ പറയുന്നത് തന്നെ പണിയാരം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മസാല എഗ് പണിയാരം എന്ന് പറയും, മുട്ട ഉണ്ണിയപ്പം എന്ന് പറയും, മുട്ട ബോണ്ട എന്ന് പറയും, അങ്ങനെയൊക്കെ പറയാം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു 4 മണി പലഹാരമാണ്. ഉണ്ണിയപ്പത്തിൻ്റെ ആകൃതിയിൽ കാണാൻ ഭംഗിയുള്ളത്, അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളി രുചിയുള്ള ഒരു സ്നാക്സാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് ഇത് മുട്ട ഉണ്ണിയപ്പമെന്നോ മുട്ട എഗ് മസാല പണിയാരമെന്നോ ഒക്കെ പറയാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഇത് നല്ല സോഫ്റ്റാണിത്. ഉള്ളു തന്നെ കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയായിട്ട്.